നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആന്റി പറയുന്നത് ആന്റിയുടെ മകനാണ് എന്റെ പെങ്ങളുടെ ജീവിതത്തിന് തടസ്സമെന്നല്ലേ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ തടസ്സം നീക്കുമെന്ന് ഞാനിപ്പോ പറഞ്ഞേനെ. കുറച്ച് നേരം പിടിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവൾക്ക് വേണ്ടി മാത്രം ഏട്ടൻ ജീവിച്ചത്. അവസാന സമയത്ത് എന്റെ കൈ പിടിച്ച് പറഞ്ഞത് ഇവൾക്കൊന്നും വരാതെ നോക്കണേന്നാണ്. പക്ഷെ എനിക്കതിന് പറ്റിയില്ലല്ലോ. തെരഞ്ഞു നടന്ന് അവസാനം ഇങ്ങനൊരു അവസ്ഥയിലായി പോയില്ലേ എന്റെ മോള്. അതെ ആന്റി, നിങ്ങളെല്ലാരും പറഞ്ഞ കഥകളൊക്കെ കേട്ടപ്പോ നിത്യച്ചിയുടെ ജീവിതം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഇതിങ്ങനെ തുടർന്നാല് സുധി, വ്യക്തമായ ബോധത്തിലല്ല ഇപ്പൊ എന്റെ മോള്. നമ്മൾ ഈ പറയുന്നത് മുഴുവൻ അവള് കേൾക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. ശിവാനന്ദ, വാ. എടാ എന്റെ മോള്. സുജാതെ, സാറ് ഇനി എപ്പോഴാ വരിക? 3-4 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അന്ന് കുറച്ചു കാലം രഘുവേട്ടന് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? അതിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ഹിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വിളി വന്നപ്പോ മറ്റൊന്നും നോക്കാതെ പോകേണ്ടി വന്നത്. പോകുന്നില്ല എന്ന് പറഞ്ഞത് രഘുവേട്ടൻ. ജോലിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കുടുംബമാണ് വലുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ വിളി ഒരുപാടായി. അപ്പൊ ഞാനും നിർബന്ധിച്ചു. അല്ലേലും തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അതൊന്നിനൊരു പരിഹാരമല്ലല്ലോ. പിന്നെ സുധി ചോദിച്ച കാര്യം എനിക്കറിയാം. നിത്യമോളെ നിങ്ങളുടെ കൂടെ അയച്ചാൽ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന്. അവളെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന്. പക്ഷേ അതുകൊണ്ട് അവൾക്കൊരു ജീവിതം ഉണ്ടാവൂ?
ശിവാനന്ദന് തോന്നുന്നുണ്ടോ നിത്യ ഇതെല്ലാം മറന്ന് ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്? പറ്റുമോ സുധി? കൺമുമ്പിൽ ചിലത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് സത്യമെന്ന്. അതുപോലെയാണ് ജീവന്റെ പെരുമാറ്റം കാണുമ്പോൾ നിത്യ കാണിക്കുന്ന ചില രീതികൾ. ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് ഹരിയെ ഇഷ്ടമാണ്. അത് ഞാൻ നല്ലതുപോലെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ജീവൻ ഇടയ്ക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളിപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം തുടങ്ങിയേനെ. ആന്റി ആന്റി പറയുന്നത് ആന്റിയുടെ മകനാണ് എന്റെ പെങ്ങളുടെ ജീവിതത്തിന് തടസ്സമെന്നല്ലേ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ തടസ്സം നീക്കുമെന്ന് ഞാനിപ്പോ പറഞ്ഞേനെ. അവന്റെ അമ്മയാണ് ഞാൻ. എന്നിട്ടും അവനെ കൊന്നാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നിത്യമോൾക്ക് കാവലിരിക്കുമെന്ന് സദാനന്ദേട്ടനോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണടയുന്നത് വരെ ഞാനത് ചെയ്തിരിക്കും. ഇപ്പൊ എന്റെ മുൻപിലെ പ്രതിസന്ധി ജീവന്റെ കാര്യത്തിലെ യാഥാർത്ഥ്യം അവളെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എന്റെ മോൾക്കത് മനസ്സിലാവും. ദൈവം അവൾക്കത് മനസ്സിലാക്കി കൊടുക്കും. അതുവരെ നിങ്ങൾ എന്റെ കൂടെ തന്നെ നിൽക്കണം. എനിക്ക് അവളെ ഹരിയെ മാത്രമേ ഏൽപ്പിക്കാനുള്ളൂ. അതിന്റെ അപ്പുറത്തൊരു ജീവിതം എനിക്ക് അവൾക്ക് കൊടുക്കാനില്ല. ഇനിയിപ്പോ അത് പെട്ടെന്ന് ഇല്ല, പെട്ടെന്ന് അതൊന്നും നടക്കില്ല. നമുക്ക് ക്ഷമിച്ചേ പറ്റൂ. നിത്യ ഹരിയെ ഏൽപ്പിച്ച പിന്നെ അവർക്കൊരു തടസ്സമായി നിൽക്കാൻ ജീവനെ ഞങ്ങൾ സമ്മതിക്കില്ല. അവനെ കൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവും. ആന്റി അതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലൊതുക്കി നമ്മൾ അവളുടെ ചുറ്റും നിൽക്കണം. അവളെ തർക്കിപ്പിച്ച് വേദനിപ്പിക്കാതെ പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവളൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.